അശ്വിൻ പറയും, അല്ല സുഭാഷ് ഏട്ടൻ നിൽക്കുമ്പോൾ സുധീഷ് കല്യാണം കഴിച്ചുകൊണ്ട് ചോദിച്ചതാ. സുധീഷ് പറയും, ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു. ഇവളുടെ വീട്ടിൽ പ്രശ്നമായപ്പോൾ ഒളിച്ചോടിയതാ. ഇത് കേൾക്കുമ്പോൾ നിധി സുധിയൊന്ന് നോക്കും. നികേഷ് പറയും, ഞങ്ങളെ ഏട്ടനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും. സുനന്ദ പറയും, ഞാൻ ദുബായി പോകുന്നതിന് മുമ്പേ കല്യാണം നടത്തണം, എനിക്ക് ആ കല്യാണത്തിനും കൂടെ കൂടിയിട്ട് വേണം പോകാൻ. സുധി അവരോട് കുറേ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിധി പറയും, ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സുധി നിധിയുടെ കൂടെ റൂമിലേക്ക് പോകും. സുധി വയ്ക്കും, എന്താ കാര്യം? സുനന്ദ ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ, എന്തേലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എൻ്റെ ഉപയോഗിക്കാത്തൊരു സാരിയുണ്ട്, അത് കൊടുക്കാം. സുനന്ദയ്ക്ക് മാത്രം കൊടുക്കുന്നത് മോശമല്ലേ, അശ്വിനും കൂടെ എന്തേലും കൊടുക്കണ്ടേ? സുധിയുടെ കയ്യിൽ എന്തേലും ഉണ്ടോ? സുധീരും, ഞാൻ ഒരു തവണ ഇട്ട ഒരു ഷർട്ടുണ്ട്. നിധിക്കും, താൻ ഇട്ട ഷർട്ടാണോ കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും? സുധിക്കും, ഡ്രസ്സ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ വാങ്ങിച്ചൊരു വാച്ചുണ്ട്. നിധി പറയും, എങ്കിൽ അത് മതി. സുനന്ദയും അശ്വിനും ഇറങ്ങാൻ നേരത്ത് നിധി സുനന്ദയ്ക്ക് സാരി കൊടുക്കുകയാണ്. സുധി വാച്ച് അശ്വിനും കൊടുക്കും. സുനന്ദ നിധിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എത്രയും പെട്ടെന്ന് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്തണം. സുനന്ദ ഭാസ്കരൻ മാമയുടെ അടുത്ത് പോയിട്ട് പറയും, ഞങ്ങളെ അനുഗ്രഹിക്കണം. അച്ഛനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. എന്നിട്ട് പോയി നിലവിളക്ക് കത്തിക്കും. എന്നിട്ട് അവരെ അങ്ങോട്ട് വിളിച്ച് അനുഗ്രഹം കൊടുക്കുകയാണ്. സുഭാഷിൻ്റെ കീശേന്ന് ഒരു 500 രൂപ എടുത്തിട്ട് അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അശ്വിൻ പറയും, അയ്യോ ഇതൊന്നും വേണ്ട. അച്ഛൻ പറയും, തരുന്ന കാശിൻ്റെ മൂല്യമൊന്നും നോക്കണ്ട, ഇതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒരു നല്ല സിനിമ കാണണം, ജീവിതം മുഴുവൻ പിന്നെ ആ സിനിമ പോലെ ആവണം. അവർ വീട്ടിലെത്തി കഴിഞ്ഞിട്ടും സുനന്ദയുടെ മനസ്സിൽ മുഴുവൻ സുഭാഷിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് അശ്വിൻ വന്ന് ചോദിക്കും, ഹലോ, എന്താ വലിയ ആലോചനയിലാണല്ലോ, നാളെ മുതലേ ഇവിടെ ഉണ്ടാവില്ലെന്നുള്ള പേടിയാണോ? സുനന്ദ പറയും, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള മുറിയത്, ഇനി ഇതുണ്ടാവില്ലല്ലോ എന്ന് ഓർത്തുപോയി. അശ്വിൻ പറയും, തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ, ഇപ്പം താൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം, ഞാനായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. അതും പറഞ്ഞ് അശ്വിൻ പുറത്തോട്ട് പോവുകയാണ്. സുഭാഷ് പാട്ടൊക്കെ പാടി ദോശ ചൂടുകയാണ്. സുധി നിധിക്ക് കാണിച്ചു കൊടുക്കും. നിധി പോയിട്ട് സുഭാഷ് പാട്ട് പാടുന്നതെന്ന് നോക്കും. എന്നിട്ട് പറയും, സുഭാഷ് ഏട്ടൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. സുധി പറയും, ഇവിടെ ഞങ്ങൾ എല്ലാവരും പാടുമല്ലോ, ഞാനും പാടും, ഞാനൊരു അണ്ടർ റേറ്റഡ് സിംഗറാണ്. നിധി പറയും, കഴുത്തരാകാവും. സുധിക്കും, ഞാൻ പാടുന്നത് കേൾക്കണോ? വേണ്ട, എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളതാ, ഉള്ള മൂഡ് കൂടി പോവും. സുധി പറയും, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് സുഭാഷ് ഏട്ടനെ, ഇന്നലെ രാവിലെ വരെ സങ്കടപ്പെട്ട് നടന്ന ആളാ, സുനന്ദ വന്നതിന് ശേഷം ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. നിധി പറയും, അത് സുനന്ദ വന്നു പോയപ്പോൾ സുഭാഷ് ഏട്ടന് മനസ്സിലായി സുനന്ദ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന്. നമ്മളൊരാളെ സ്നേഹിച്ചാൽ അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണല്ലോ നമ്മുടെ സന്തോഷം. സുധി പറയും, ഞങ്ങളെക്കാളൊക്കെ സുഭാഷ് ഏട്ടനെ നിധി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സുഭാഷ് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരികയാണ്. സുഭാഷിനോട് നിധി പറയും, പാട്ട് നന്നായിരുന്നു കേട്ടോ. സുഭാഷ് ചോദിക്കും, പാട്ട് ഇങ്ങോട്ടൊക്കെ കേട്ടോ? സുധി പറയും, ഈ പഞ്ചായത്ത് മുഴുവൻ കേട്ട് കാണും. സുഭാഷ് ചോദിക്കും, മോള് ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുകയാണല്ലേ, ഇത്തവണ മോൾക്ക് എന്തായാലും ജോലി കിട്ടും. നിധി പറയും, ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്, കുറേ ആയില്ലേ ഈ ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ എല്ലാം നമുക്ക് അതിനു വേണ്ടി കൂടെ നിൽക്കും. സുധിക്കും, എന്നാൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അപ്പോൾ അത് നടക്കുമായിരിക്കുമല്ലേ? നിധി പറയും, ഇല്ല, ആ പെൺകുട്ടി കൂടി എന്നിന് വിചാരിക്കണം. സുഭാഷ് പറയും, ഒന്ന് നിർത്തടാ മോളെ, ബാത്റൂമിൻ്റെ പണി നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നിധി പറയും, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഇവിടെ ഉള്ളത് നല്ലതാണല്ലോ. സുനന്ദയും അശ്വിനും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവരെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. സുനന്ദയാണെങ്കിൽ അച്ഛനോടും അമ്മയോടൊന്നും വലിയ മമതയൊന്നും കാണിക്കുന്നില്ല. സുനന്ദയുടെ അമ്മ കരയുന്നൊക്കെ ഉണ്ട്. സുനന്ദയുടെ അമ്മ ചോദിക്കും, നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ലേ? സുനന്ദ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.